എന്തിനാണ് അനുശോചന യോഗം വെക്കുന്നത്? അനുശോചന യോഗം വെക്കുന്നത് ആ കുട്ടിയുടെ പ്രാഗൽഭ്യത്തെക്കുറിച്ച് പറയാൻ, ആ കുട്ടിയുടെ മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ, ആ കുട്ടിയുടെ വേർപാടിനെ കുറിച്ച് സംസാരിക്കാൻ, ആ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരാൻ. ഇതിനു വേണ്ടിയാണ് അനുശോചനം. ആ അനുശോചന യോഗത്തിൽ കുട്ടികൾക്ക് സംസാരിക്കാൻ സൗകര്യം കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, പ്രതികളെ ഇരുത്തിയാണ് ആ അനുശോചന യോഗം നടന്നത് എന്നുള്ളത് മാത്രമല്ല, ആ അനുശോചന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം, ഈ സംഭവങ്ങൾ ആരും ഷെയർ ചെയ്യരുത് എന്നുള്ളത് അദ്ദേഹം ഒരു നിർദ്ദേശം കുട്ടികൾക്ക് കൈമാറുകയുണ്ടായി. ആ പറഞ്ഞതിന്റെ അർത്ഥം അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ മൂടിവെക്കണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. സപ്രഷൻ ഓഫ് എവിഡൻസും കേസിലെ ഡയറക്റ്റ് ഇടപെടലുമാണ് അവിടെ ഡീൻ നിർവഹിച്ചിട്ടുള്ളത്. ഈ അക്രമങ്ങൾ മുഴുവൻ അറിഞ്ഞ മറ്റൊരു വ്യക്തിയാണ് അസിസ്റ്റന്റ് വാർഡൻ. ഈ രണ്ടുപേർക്കെതിരെയും നടപടികൾ എടുക്കുന്നതിൽ, കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൽ, സമയബന്ധിതമായുള്ള കാര്യങ്ങൾ നീക്കുന്നതിൽ ഗൗരവതരമായിട്ടുള്ള വീഴ്ച സർവകലാശാലയ്ക്ക് പറ്റി. സർവകലാശാല ഇതിൽ അമാന്തം കാണിച്ചത് ഗൗരവതരമായിട്ടുള്ള വീഴ്ചയാണ്. ഈ വിവരങ്ങളൊന്നും തന്നെ അവർ അറിഞ്ഞില്ല എന്ന് അവർ പറഞ്ഞാൽ സർവകലാശാലയ്ക്ക് നിയന്ത്രിക്കാനുള്ളത് വെറ്റിനറി സർവകലാശാലയ്ക്ക് ആയിരക്കണക്കിന് കുട്ടികളുള്ള ഒരു ക്യാമ്പസ് അല്ല, ലിമിറ്റഡ് സ്റ്റുഡൻസ് ആണ്, ലിമിറ്റഡ് ക്യാമ്പസസ് ആണ്. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അറിയാനുള്ളതായിരിക്കുന്ന സിസ്റ്റവും സംവിധാനവും. ആ സംവിധാനം അറിഞ്ഞതിന് ശേഷവും ഉപയോഗിക്കാതിരുന്ന സർവകലാശാല അധികാരികൾ ഈ വലിയ കൊലപാതകത്തിൽ ഈ ക്രിമിനലുകൾക്ക് അരുനിൽക്കുന്ന സൗകര്യപ്രദമായിട്ടുള്ള മിണ്ടാ നയം സ്വീകരിച്ചു. ഈ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ ദേഹത്ത് 18 ആന്റിമോർട്ടം ഇഞ്ചറീസ് ഉണ്ടായിരുന്നു. 19-ാം തീയതി സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. 19-ാം തീയതി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷം. എന്തുകൊണ്ട് പോലീസ് ഈ ഗുരുതരമായിട്ടുള്ള വീഴ്ച നേതൃത്വം കൊടുത്തു? അവിടെയാണ് പോലീസും അധികൃതരും ഈ SFI ക്രിമിനൽസും കൊലപാതകികളും ഒരുമിച്ചുള്ളതായിരിക്കുന്ന മൂവ്മെന്റ് സിദ്ധാർത്ഥിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. പോലീസ് ക്രിമിനൽ കോൺസ്പിറസി ഇടാൻ വൈകിയത് വലിയ വിമർശനത്തിന് ശേഷമാണ്. ക്രിമിനൽ കോൺസ്പിറസി
ഈ എഫ്ഐആറിന്റെ ഭാഗമാക്കുന്നത് വലിയ രീതിയിലുള്ളതായിരിക്കുന്ന മാധ്യമ വിമർശനത്തിനും പൊതുപ്രവർത്തകന്മാരുടെ ചോദ്യം ചെയ്യലിനും ശേഷമാണ് പോലീസ് ഈ കേസിൽ ക്രിമിനൽ കോൺസ്പിറസി ചുമത്തിയിട്ടുള്ളത്.